ലോകം വലിയൊരു യുദ്ധത്തിൻ്റെ ഒരു സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാനെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയും അതിൻ്റെ ഇസ്രായേലും കൂടിയിട്ട് നടത്തുന്ന യുദ്ധം. ഈ ഒരു യുദ്ധത്തിൻ്റെ വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമെന്ന് പറയുന്നത് ഊർജ പ്രതിസന്ധി, എനർജി. ഈ ഊർജം എന്ന് പറയുന്നത് പെട്രോളിയം, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന ആ ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന ഊർജം, അത് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ LNG, ഈ ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ്, നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന LPG ഗ്യാസും കുറ്റികൾ തൊട്ട് കരണ്ടും വാഹനങ്ങൾ ഓടിക്കൽ, വീട്ടിലെ ചൂടാക്കൽ, തണുപ്പിക്കൽ, നമുക്കറിയാം ഈ സ്നോ ഉള്ള പ്രദേശങ്ങളിലൊക്കെ വീട് ചൂടാക്കുന്നതിനൊക്കെയുള്ള ഇതായിട്ട് എല്ലാത്തിനും ഇന്ന് ലോകത്തിൽ എനർജി അത്യന്താപേക്ഷിതമാണ്. നമ്മളെല്ലാവരും ഡിപ്പെൻഡഡ് എന്ന് പറയുന്നത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയാണ്. വാഹനങ്ങൾ ഓടിക്കുന്നതിനും അതല്ലെങ്കിൽ ഇപ്പോൾ ഡീസൽ ജനറേറ്ററുകളൊക്കെ തൊട്ട് നമ്മൾ ഏകദേശം ഒരു 150 വർഷമായിട്ട് നമ്മൾ വിമാനം കണ്ടുപിടിച്ചു. അതിസങ്കീർണമായിട്ടുള്ള യന്ത്രഭാഗങ്ങളാണ് ഒരു വിമാനത്തിലുള്ളത്. അതൊരു ഏകദേശം ഒരു 100-120 വർഷം മുമ്പ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒപ്പം കാറ് കണ്ടുപിടിച്ചു, ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, ഇമെയിലെല്ലാം കണ്ടുപിടിച്ചു. എന്നാൽ അതിലും എല്ലാം വളരെ ലളിതമായിട്ടുള്ളൊരു ടെക്നോളജിയാണ് സോളാർ എനർജി, ഗ്രീൻ എനർജി, അതല്ലെങ്കിൽ കാറ്റാടി യന്ത്രത്തിൽ നിന്നും ഉണ്ടാക്കുന്ന എനർജി. ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരനായ എനിക്കോ ഇത് കേൾക്കുന്ന നിങ്ങളോ നമ്മളൊന്നും ശാസ്ത്രജ്ഞന്മാരാകണമെന്നില്ല. സോളാറിൽ നിന്ന്, സൂര്യൻ്റെ താപത്തിൽ നിന്നും ഒരു സോളാർ പാനലിലേക്ക് അതിശക്തമായ വെയിൽ വന്നടിക്കുന്നു. അത് എനർജിയായി കൺവെർട്ട് ചെയ്തിട്ട് ഒരു ഇൻവെർട്ടർ, ആ ഇൻവെർട്ടറിൽ നിന്നും സ്റ്റോറേജ്, ഒരു ബാറ്ററി. ഇത്ര ഇതിൽ ടെക്നോളജിയുള്ളൂ. നിങ്ങൾക്ക് ഒരു പാനൽ വാങ്ങാം. അത് നമ്മളിപ്പോൾ പല ഭാഗത്തും സോളാറിൻ്റെ ചെറിയത് തൊട്ട് വലുത് കാണുന്നുണ്ട്. ഒരു പാനൽ വാങ്ങിയിട്ട് ആ എനർജീനെ കൺവേർട്ട് ചെയ്ത് ആ പാനലിൽ നമ്മളൊന്നും ഉണ്ടാക്കൊന്നും വേണ്ട, കൈകൊണ്ട് ആ പാനലുമായിട്ട് വാങ്ങാൻ കിട്ടും. അവിടെ നിന്ന് ഒരു കേബിൾ എടുക്കുന്നു, ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ഇൻവെർട്ടറിൽ നിന്നും ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത എനർജീനെ നമ്മൾ ലൈറ്റായിട്ടും ഫാനായിട്ടും AC ആയിട്ടും ഒക്കെ ഇന്ന് കത്തിക്കുന്നു. കേരളത്തിൽ KICB നമ്മളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏകദേശം 5-10 വർഷമായിട്ടുള്ളൂ ഇതൊരു വലിയ പ്രചാരത്തിലെത്തിയിട്ടുള്ളത്. ആ കാലതാമസം, പ്ലെയിൻ കണ്ടുപിടിച്ചിട്ട് 100 വർഷത്തിൽ മേലെയായി, കാറ് കണ്ടുപിടിച്ചിട്ട് അതിൽ മേലെയായി, ഫോട്ടോഗ്രാഫി, എന്തൊക്കെ ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഈ സാധനം ആരോ തടഞ്ഞു വെച്ച പോലെയാണ്. നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം ഈ സാധനം. നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിച്ച് നമ്മുടെ വീട്ടിൽ ഭക്ഷണം വെക്കാം. LPG ഗ്യാസിൻ്റെ ആവശ്യമില്ല, KICBയുടെ ലൈൻ്റെ പോലും ആവശ്യമില്ല. ഈ സാധനം കത്തിക്കാം. നമ്മുടെ വീട്ടിലെ കുക്കിങ്, ഹീറ്റിങ്, നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഹ്യൂമിഡാണ്. ഈ ആ ഒരു ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി AC വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എയർ കൂളർ വയ്ക്കാം, ഫാൻ വർക്ക് ചെയ്യും. KICB പവർ കട്ട് കൊണ്ടെന്നാലും നമ്മൾ തകരില്ല. എന്നിരുന്നാൽ കൂടി ഇതിനെ തടഞ്ഞു നിർത്തിയ ശക്തികൾ ആരാണ്? നമ്മുടെ വാഹനം ചാർജ് ചെയ്ത് ഇപ്പോൾ ടാറ്റയൊക്കെ എന്തുമാത്രം, നെക്സോണൊക്കെ, ഇവിടെ ടെസ്ലയുണ്ട്, പ്ലഗ് ചെയ്താൽ 600 കിലോമീറ്ററാണ് പോകും. ചാർജ് ചെയ്ത് 600 കിലോമീറ്റർ ഒരു ദിവസം ആരാ പോണേ? ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയി തിരിച്ച് വന്നാൽ പോലും ഇതിൻ്റെ വീട്ടിൽ കുത്തിവയ്ക്കാം, സൂര്യനിൽ നിന്ന് എനർജി എടുക്കാം. പക്ഷെ ആരും തടഞ്ഞു വെച്ച പോലെയാണ് സോളാർ എനർജിയും കാറ്റാടി യന്ത്രവും. ഇതിൻ്റെ ടെക്നോളജി പലപ്പോഴുമായിട്ട് ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോഴേക്ക് ഇതിനെപ്പറ്റി വളരെയധികം ആകാംക്ഷയോടുകൂടെ നോക്കി കാണാറുണ്ട് ഈ സാധനങ്ങൾ. ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെയുള്ള ഒരു കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ ചെന്നപ്പോൾ ഒരു യൂണിറ്റ്, അതിൽ ഇൻവെർട്ടറുണ്ട്, ചാർജറുണ്ട്, ബാറ്ററി ഉണ്ട്, ഒരു 5-6 പ്ലഗ് ഉണ്ട്. ഫോൺ ചാർജ് ചെയ്യാം, എയർ കൂളർ വർക്ക് ചെയ്യിപ്പിക്കാം, ഫാൻ വർക്ക് ചെയ്യിപ്പിക്കാം, ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. അതിൻ്റെ ഒപ്പം അത് ഡീലിലിരിക്കുകയാണ്. $800 സാധനം അവർ $500 വിൽക്കുകയാണ്. $500 എന്ന് പറയുമ്പോൾ ഒരു 40,000 രൂപ. 40,000 രൂപയ്ക്ക് നമ്മുടെ ഒരു മലയാളിയുടെ വീട് സുഖമായിട്ട് കത്തിക്കാം. അത്ര എനർജി സുഖമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു മടക്കി പായ പോലെ മാറ്റ്, സോളാർ മാറ്റ്, ഒരു 5 പീസ് ഉണ്ടാവും. അതുകൊണ്ടൊന്ന് പുറത്ത് വയ്ക്കുക, ഈ യൂണിറ്റ് ഉള്ളിൽ വയ്ക്കുക, വീട് കത്തും. അപ്പുറം അപ്പോൾ അതിൻ്റെ ഒരു വലിയ സാധനം ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയ വീടും കാറൊക്കെ ചാർജ് ചെയ്ത് നമുക്ക് ജീവിക്കാം. പക്ഷെ ഇതാരോ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ KICB, അതായത് ഇതിൻ്റെ പങ്ക് പറ്റാനായിട്ട് നമുക്കറിയാം, നമ്മുടെയുള്ള ജീവിതങ്ങളിൽ നിന്നും, നമ്മുടെ ആ ഒരു കഠിനാധ്വാനത്തിൽ നിന്നും അതിൻ്റെ പങ്ക് പറ്റി ജീവിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ, വലിയ ബിസിനസ്സുകാർ,
പിന്നെ അതിൻ്റെ ചുറ്റുവട്ടം നടക്കുന്ന ഡോക്ടർമാർ, വക്കീൽമാർ, അങ്ങനെയുള്ള ഇതുകൾ അവർ വലിയ തലയാണെങ്ങാണ്ട്, അതായത് ലോകത്തിൽ പറഞ്ഞു കേൾക്കുന്നത് കുറച്ച് ആൾക്കാർ തലയ്ക്ക് മേലെയുള്ള ഭാഗം കൊണ്ട് ജീവിക്കുന്നു, കുറച്ച് ആൾക്കാർ കഴുത്തിന് താഴെയുള്ള ഭാഗം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരാണ് ഈ രാഷ്ട്രീയക്കാരും. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ തമ്മിൽ ഭയങ്കര എതിർപ്പാണ്, അവരൊക്കെ ഭയങ്കര സംഘടിതമാണ്. പക്ഷേ ഞാൻ വീണ്ടും വരികയാണ് ഈ ഗ്രീൻ എനർജിക്ക് എതിരായിട്ട്. ഇപ്പോൾ ട്രംപ് പോലും സോളറൊന്നും വേണ്ട, നമുക്ക് ഇത് മതി, എണ്ണ എടുത്ത് തന്നെ ജീവിക്കണം. കാരണം ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എണ്ണയിലാണ്. ഇവിടെ പണ്ട് കാലങ്ങളിലാണെങ്കിൽ റോക്കഫെല്ലർ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിൽ വലിയ വലിയ ഗ്രൂപ്പുകളായിരുന്നു. അല്ലെങ്കിൽ അറബിയുടെ സ്വാധീന വലയം, അത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഫണ്ടിങ് ചെയ്യുന്നുണ്ട്, അത് ഇന്ത്യൻ ബിസിനസ്സുകാർ ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എണ്ണയിൽ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അംബാനിമാരാണ് ഇവിടെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി അവരന്ന് പണിത് ഒരു 10-20-25 വർഷം മുമ്പ്, ഗ്രാസ് റൂട്ട് റിഫൈനറി. അപ്പോൾ അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് കോടാനുകോടിയാണ്. ഇന്ന് അംബാനി കുടുംബം വന്നിട്ട് ബ്രൗൺസ്വിൽ ടെക്സസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 300 ബില്യൺ. ഇദ്ദേഹത്തിൻ്റെ ആസ്തി ഒരു $110-120 ബില്യൺ ഉള്ളൂ. അതുക്കും മേലെ ലോൺ എടുത്തിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അംബാനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കണ്ടമാനം തൊഴിലവസരങ്ങളും ട്രംപ് പോലും അതിനെപ്പറ്റി ഇത് ചെയ്തിരുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എണ്ണയിലാണ്. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് എണ്ണ എടുത്ത് നമ്മൾ നമ്മുടെ വീട് കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കത് അതിൻ്റെ ആ പങ്ക് പറ്റാൻ പറ്റില്ല. അതിന് വേറൊരു ഉദാഹരണം ചെയ്യുന്നത്, അമേരിക്കയിൽ ഒരു വീട്ടുകാരൻ, ഒരു സിറ്റിക്കുള്ളിൽ ഒരു സംസ്ഥാനത്തെ ഒരു വീട്ടുകാരൻ, അദ്ദേഹം ഗ്രിഡ്, അതായത് നമ്മളിപ്പോൾ KCBയിൽ നിന്ന് ലൈൻ വലിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കത്തിക്കാനായിട്ട്. ആ ഗ്രിഡ് അദ്ദേഹം തീരുമാനം എടുത്തു, എനിക്ക് ആ ഗ്രിഡിലേക്ക് കണക്ഷൻ വേണ്ട, വയറ് വേണ്ട, ഞാൻ എൻ്റെ സോളാറുണ്ട്, എൻ്റെ ഇൻവെർട്ടർ വെച്ചിട്ട് ഇത് ചെയ്യുന്നു. പിന്നെ മാസം എണ്ണി കൊടുക്കേണ്ട അദ്ദേഹത്തിന് ആ ബാറ്ററി ഇപ്പോൾ ഒരു 5 കൊല്ലം നിൽക്കണമെങ്കിൽ അത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്, കോപ്പർ നിക്കിൾ, അങ്ങനെ കുറേ ഇതുണ്ട്. അതിൻ്റെ ധാതുക്കളിൽ ഒരു കുറവൊക്കെ ഉണ്ടെന്നാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ഇതിൻ്റെ ഭാഗമാട്ടോ, ഈ പറയുന്നതിൻ്റെ ഭാഗമാണ് മാധ്യമങ്ങൾ. അവരൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഈ അമേരിക്കയിലെ ഈ വീട്ടുടമസ്ഥൻ തീരുമാനിച്ചു, ഞാൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യണില്ല എന്ന്. അതായത് KCBക്ക് ഉദാഹരണമായിട്ട് പറയുകയാണ്, KCBയിലേക്ക് എനിക്ക് കണക്ഷൻ വേണ്ട എന്ന് ഇദ്ദേഹം തീരുമാനമെടുത്തു. കേസ് KCB, അതായത് ഇവിടുത്തെ സോക്കാൾ ഗ്യാസ്, സോക്കാൾ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇവിടെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് KCB ഉള്ളോണം, അല്ലെങ്കിൽ ബോംബെ ചെന്നാൽ അവരുടെ ഒരു ഇതുണ്ട്, BSEBയോ അങ്ങനെ എന്തോ ഇതുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡുകൾ സർക്കാരാണെങ്കിലും എനർജി വരുന്നത് വമ്പന്മാർ ഇതിനിടയിലൊക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ KCB എന്ത് ചെയ്തു, ഇയാളെ കോടതി കൊണ്ടുപോയി. ഇദ്ദേഹം ഞങ്ങളിൽ നിന്ന് കറണ്ട് എടുക്കുന്നില്ല, KCBയിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് കറണ്ട് എടുക്കുന്നില്ല എന്ന തീരുമാനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു സിവിൽ കേസ് വരികയും അദ്ദേഹം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ജഡ്ജി എന്തെന്ന് പറയട്ടെ, നിനക്ക് ഗ്രിഡിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, നീ കറണ്ട് വേണമെങ്കിൽ സോളാറിൽ ഉണ്ടാക്കിക്കോ, പക്ഷേ വയർ ഇവിടെ വലിച്ചിരിക്കണം, അതിനൊരു മിനിമം ചാർജ് ഉണ്ട്, ചിലപ്പോൾ $30 ആയിരിക്കാം, $50 ആയിരിക്കാം. ആ മിനിമം ചാർജ് കൊടുത്തിരിക്കണം. എങ്ങനെയിരിക്കണം? അതായത് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ കറണ്ട്, ഇന്ന് എനിക്കിപ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നൊരു വിഷയം, AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഗ്രിഡ്, കേരളത്തിൽ ആർക്കും എനർജി ഉൽപ്പാദിപ്പിക്കാം, അതിനാരോടും അനുവാദം, ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ ഒരു പക്ഷേ AK ആൻ്റണി കൊണ്ടുവന്ന കുറച്ച് നല്ല കാര്യങ്ങൾ, അതായത് വമ്പന്മാരെ വീഴ്ത്തുന്ന കുറച്ച് നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അന്ന് ചാരായ നിരോധനം അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്നതും അതുപോലെ തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു നിയമം AK ആൻ്റണി ഉള്ളപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണ്. അപ്പോൾ ഈ ഒരു അതായത് ഇത്രയും നിസ്സാരമായിട്ടുള്ളൊരു ടെക്നോളജി മനുഷ്യന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം KSCBനെ ഇത് ചെയ്യുമ്പോൾ എത്രമാത്രം വലയത്തിനുള്ളിലാണ് എന്ന് ചിന്തിക്കണം. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പോലും KSCB അതിൻ്റെ ഭാഗമാകാൻ നോക്കുകയാണ്. ഇപ്പം ഞാനിരിക്കുന്ന വീട് സോളാർ പാനലുണ്ട് ഇവിടെ. ഈ സോളാർ പാനൽ ഇപ്പം ഇവിടെ പ്രചരിച്ച് വരുന്നുള്ളൂ. അമേരിക്കയിൽ പോലും 10-15% സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ വീടുകളിൽ. ഇവർ ഗ്രിഡിലേക്ക് കൊടുക്കണം. അതായത് ഇവരുടെ എക്സ്ട്രാ എനർജി, നമ്മൾ ഈ വീടുകളിൽ ഉണ്ടാക്കുന്ന എനർജി ഈ ഗ്രിഡിലേക്ക് കൊടുത്തിട്ട് അവർ $100 $150 എന്ന നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച എനർജിയുടെ അത് മറ്റുള്ളവർ ഇതിൽ കൊണ്ടൊന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാത്തിലും പങ്ക് പറ്റണം. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിൻ്റെ പങ്ക് അവർക്ക് പറ്റണം.
അപ്പോൾ അത് വർഷങ്ങളോളം അവർ കാത്തിരിക്കും ഇതിന് വേണ്ടിയിട്ട്. ഈ നമ്മളെ കൊണ്ടുവന്ന് ഈ സോളാറിൽ ചാടിച്ച് അതിൻ്റെ ഭാഗഭാക്കാക്കണം. കാരണം ഇപ്പോഴും ഒരു സോളാർ പാനൽ വാങ്ങി വീടിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇൻവെർട്ടറിൽ കൊടുത്ത് ഡയറക്റ്റ് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാണ്ട് ഇപ്പോൾ പകൽ സമയത്തൊക്കെ ആണെങ്കിൽ സോളാറിൽ നിന്ന് വരുന്ന നേരെ വീട്ടിലേക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന ടെക്നോളജിയൊക്കെ ഉണ്ട്. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ എന്താ വേണ്ടത്? സോളാറിൽ നിന്ന് വരുന്നു, നേരെ നമ്മുടെ AC പ്രവർത്തിക്കുന്നു, ലൈറ്റുകൾ ഇതൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ബാറ്ററി സ്റ്റോറേജിൻ്റെ ആവശ്യം വരുന്നില്ല. സ്റ്റോറേജ് രാത്രിയിലത്തെ ഒരു ചെറിയ ഒരു ഇതിന് വേണ്ടി മാത്രം സ്റ്റോറേജ് എന്നൊരു ഇത് വരുന്നുള്ളൂ. അപ്പോൾ ഈ ടെക്നോളജിയൊക്കെ നമ്മളിൽ നിന്നും കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെയാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം ഇത് പൊല്യൂഷൻ, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുള്ള ആ ഒരു മലിനീകരണം എന്തുമാത്രമാണ് നമ്മുടെയൊക്കെ ശരീരങ്ങളെ ബാധിക്കുന്നതെന്ന്. ഇതൊക്കെ ഒരു ചെയിനാണ്, സാത്താനിക ബന്ധനത്തിൽ പെട്ടുപോലെയുള്ളൊരു ചെയിനാണ് ഈ എണ്ണയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സോളാർ എനർജി എന്ന ടെക്നോളജി നമ്മളിൽ നിന്ന് തടഞ്ഞ് വെച്ച പോലെ വെച്ചത് ആരാണ്? കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് വലിയ ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, പാർട്ടി ഭേദമന്യേ രാഷ്ട്രീയക്കാർ, ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇതാണ് കഴുത്തിന് താഴെ പ്രവർത്തിക്കുന്നവരെ കൊണ്ട് പിഴിഞ്ഞ് രക്തം പിഴിഞ്ഞ് ജീവിതമാണിത്. നിങ്ങളോട് ഞാൻ തുറന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഇത് വിശ്വസിക്കില്ല, ഇത് മനസ്സിലാക്കില്ല. കാരണം നിങ്ങൾക്കൊന്നും ഇവർക്കെതിരെ നിന്ന് പയറ്റി തെളിഞ്ഞ് വരാൻ സാധിക്കില്ല. കാരണം അത്ര വലിയ ശക്തമായിട്ടുള്ളൊരു ഭൂമി എന്നുള്ളത്, അത്ര വലിയൊരു ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമി എന്നുള്ളത്.